എന്നാൽ നമ്മുടെ മകനിക്ക് മുത്തു റസൂലുള്ളാന്റെ പേരിട്ടു. ആ പേരിട്ടിട്ട് ആ പേരിന്റെ കൂടെ ഒരു ചീത്തവാചകം പ്രയോഗിച്ചാൽ അവർ അല്ലാഹുവിന്റെ ദീനിൽ നിന്ന് പുറത്താണ്. ഉദാഹരണം പറയാൻ പോലും പേടിയാണ് മുഅ്മിനീങ്ങളെ. യാസീനെ എന്ന് നീട്ടി വിളിച്ചിട്ട് മകനിക്ക് പേരിട്ടത് യാസീനാണ്. യാസീനെ എന്ന് നീട്ടി വിളിച്ചിട്ടതിൻ്റെ കൂടെ ഒരു ചീത്തവാചകം പ്രയോഗിക്കുക. എന്ത് ചീത്തവാചകമായാലും ആ ചീത്തവാചകം ആ പേരിന്റെ കൂടെ ഒരാൾ വിളിച്ചാൽ ആ പേര് മുത്തു റസൂലുള്ളാന്റെ പേരാണ് എന്ന കാരണത്താൽ ആ പേരിനെ ഒരാൾ നിന്ദിച്ചു, അയാൾ ബഹുമാനിച്ചില്ല, ആദരിച്ചില്ല എന്ന കാരണത്താൽ അയാൾ അല്ലാഹുവിന്റെ ദീനിൽ നിന്ന് ഔട്ടാണ്. അയാൾ മുർത്തദ്ദായി പോയി. എത്രമാത്രം അയാൾ അള്ളാന്റെ പള്ളിയിൽ കയറിയില്ല, അയാൾ അള്ളാന്റെ ദീനിൽ നിന്ന് പുറത്തല്ല. പക്ഷെ ഇതെന്ത് പള്ളിയാണെന്ന് ഒരാൾ ചോദിച്ചാൽ അള്ളാഹുവിന്റെ ദീനിൽ നിന്ന് അയാൾ ഔട്ടാണ്. പിന്നെ അയാള് ദീനിലേക്ക് പിന്നെയും വരണമെങ്കിൽ ഷഹാദത്ത് കലിമ ചൊല്ലണം. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് നാവ് കൊണ്ട് മൊഴിഞ്ഞ് ഹൃദയം കൊണ്ട് ഉറപ്പിച്ച് പറയണം. എന്നാൽ മാത്രമേ അയാൾ ദീനിലേക്ക് കടന്നു വരൂ. ഖളബിന്റെ സമയങ്ങളിൽ, ദേശത്തിന്റെ സമയങ്ങളിൽ എടുത്തു ചാടല്ല. അതുകൊണ്ട് അള്ളാഹുവിന്റെ പേരുകൾക്ക്, മുത്തു റസൂലുള്ളാഹിന്റെ നാമങ്ങൾക്ക് വലിയ മഹത്വമുണ്ട്, വലിയ സ്ഥാനമുണ്ട്, വലിയ ബഹുമാനമുണ്ട്. അതുകൊണ്ട് എല്ലാവരും അള്ളാഹുവിന്റെ നാമം ഉച്ചരിക്കണം. ആ നാമം ഒരു തവണയെങ്കിലും അതൊന്ന് ചൊല്ലിയിട്ട് ആ ഹൃദയാന്തരങ്ങളിൽ ആ നാമം ഒന്ന് സൂക്ഷിക്കണം, ഒന്ന് കാണാതെ പഠിക്കണം. അതിനിങ്ങനെ ഒരു കടലാസ് എടുത്തിട്ട് ഇരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാ ദിവസവും അള്ളാഹുവിന്റെ പേര് നാവ് കൊണ്ട് ഉച്ചരിച്ചാൽ അയാളുടെ നാവിൽ അറിയാതെ ആ നാമങ്ങൾ ഇങ്ങനെ കാണാതെ പഠിക്കും. എത്ര മദനീയ കുടുംബങ്ങളാണ് കഴിഞ്ഞ 5 വർഷമായി അൽഹംദുലില്ലാഹ് മദനീയ സ്ഥിരമായി നടന്ന് ആ മദനീയ പരിപാടിയിൽ അള്ളാഹുവിന്റെ നാമം ഉച്ചരിച്ച് അങ്ങനെ മനസ്സിന്റെ ഹൃദയാന്തരങ്ങളിൽ ആ പരിശുദ്ധമായ നാമം കാണാതെ പഠിച്ച് ഹൃദയാന്തരങ്ങളിൽ ആ നാമങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന 10,000-കണക്കിന് മുത്തു മൂമിനീങ്ങൾ, മുത്തു മൂമിനാത്തുകൾ അല്ലാഹുവേ എല്ലാം നീ ഖബൂൽ ചെയ്യണേ റഹ്മാനേ. നാളെ സ്വർഗത്തിലേക്ക് കടക്കാൻ കാരണമാകുന്ന അമലായി ഞങ്ങളെ അമലുകളെ നീ സ്വീകരിക്കണേ അല്ലാ. എല്ലാവരും ഒന്ന് ചൊല്ലണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹുവല്ലാഹു യാ ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവ യാ അല്ലാഹ് യാ റഹ്മാനു യാ അല്ലാഹ് യാ റഹീമു യാ അല്ലാഹ് യാ മലികു യാ അല്ലാഹ് യാ ഖുദ്ദൂസു യാ അല്ലാഹ് യാ സലാമു യാ അല്ലാഹ് യാ മുഅ്മിനു യാ അല്ലാഹ് യാ മുഹൈമിനു യാ അല്ലാഹ് യാ അസീസു യാ അല്ലാഹ് യാ ജബ്ബാറു യാ അല്ലാഹ് യാ മുതകബ്ബിറു യാ അല്ലാഹ് യാ ഖാലിഖു യാ അല്ലാഹ് യാ ബാരിഉ യാ അല്ലാഹ് യാ മുസവ്വിറു യാ അല്ലാഹ് യാ ഗഫാറു യാ അല്ലാഹ് യാ ഖഹാറു യാ അല്ലാഹ് യാ വഹാബു യാ അല്ലാഹ് യാ റസാഖു യാ അല്ലാഹ് യാ ഫത്താഹു യാ അല്ലാഹ് യാ അലീമു യാ അല്ലാഹ് യാ ഖാബിദു യാ അല്ലാഹ് യാ ബാസിതു യാ അല്ലാഹ് യാ ഖാഫിദു യാ അല്ലാഹ് യാ റാഫിഉ യാ അല്ലാഹ് യാ മുഇസ്സു യാ അല്ലാഹ് യാ മുദില്ലു യാ അല്ലാഹ് യാ സമീഉ യാ അല്ലാഹ് യാ ബസീറു യാ അല്ലാഹ് യാ ഹകമു യാ അല്ലാഹ് യാ അദ്ലു യാ അല്ലാഹ് യാ ലതീഫു യാ അല്ലാഹ് യാ ഖബീറു യാ അല്ലാഹ് യാ ഹലീമു യാ അല്ലാഹ് യാ അലീമു യാ അല്ലാഹ് യാ ഗഫൂറു യാ അല്ലാഹ് യാ ശകൂറു യാ അല്ലാഹ് യാ അലിയു യാ അല്ലാഹ് യാ
يا كبير يا الله يا حفيظ يا الله يا مقيت يا الله يا عسيب يا الله يا جليل يا الله يا كريم يا الله يا رقيب يا الله يا مجيب يا الله يا واسع يا الله يا حكيم يا الله يا ودود يا الله يا مجيد يا الله يا باعث يا الله يا شهيد يا الله يا حق يا الله يا وكيل يا الله يا قوي يا الله يا متين يا الله يا ولي يا الله يا حميد يا الله يا محصي يا الله يا مبدئ يا الله يا معيد يا الله يا محيي يا الله يا مميت يا الله يا حي يا الله يا قيوم يا الله يا واجد يا الله يا ماجد يا الله يا واحد يا الله يا أحد يا الله يا صمد يا الله يا قادر يا الله يا مقتدر يا الله يا مقدم يا الله يا مؤخر يا الله يا أول يا الله يا آخر يا الله يا ظاهر يا الله يا باطن يا الله يا والي يا الله يا متعالي يا الله يا بر يا الله يا تواب يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال والإكرام يا الله يا مقسط يا الله يا جامع يا الله يا غني يا الله يا مغني يا الله يا مانع يا الله يا ضار يا الله يا نافع يا الله يا نور يا الله يا هادي يا الله يا بديع يا الله يا باقي يا الله يا وارث يا الله يا رشيد يا الله يا صبور يا الله. ഒന്ന് എല്ലാവരും എഴുന്നേറ്റ് നിന്ന് കണ്ണുകൾ അടച്ചു പിടിച്ച് വലത്തെ കൈയെടുത്ത് ഭക്ഷണം കഴിക്കുന്ന കൈയെടുത്ത് ഇടത്തെ നെഞ്ചിൻ്റെ മുകളിൽ വെച്ച് ഒരു 66 തവണ അള്ളാഹുവിനെ ഒന്ന് നീട്ടി വിളിക്കണേ. മുറാദുകൾ കരുതിക്കോ. മക്കളില്ലാത്തതാണോ, വീടില്ലാത്തതാണോ, വിവാഹപ്രായമായ മക്കളാണോ, കടമാണോ, രോഗമാണോ, മക്കളുടെ കാര്യമാണോ, എന്ത് പ്രശ്നമാണെങ്കിലും പരിഹരിച്ചു തരാൻ കഴിവുള്ള യജമാനനാണ് എൻ്റെയും നിങ്ങളുടെയും റബ്ബായ അല്ലാഹ്. അള്ളാഹുവിനെ മനസ്സറിഞ്ഞ് എൻ്റെ ഇന്നാലിന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം ഈ മജ്ലിസിൽ നിന്ന് ഞാൻ തിരിച്ചു പോകുമ്പോൾ എനിക്ക് നീ കാണിച്ചു തരണേ, തുറന്നു തരണേ, എനിക്ക് നീ എളുപ്പമാക്കണേ അല്ലാ എന്ന നല്ല നീയത്തോടുകൂടെ ഒന്ന് മനസ്സറിഞ്ഞ് ചൊല്ലണേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹ് 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 ചൊല്ല്. അല്ലാഹ് 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 അല്ലാഹ്
الله 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 اللهم أنت ربي اللهم أنت ربي لا إله إلا أنت خلقتني وأنا عبدك وأنا على عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت أبوء لك بنعمتك علي وأبوء بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت لا إله إلا الله الملك الحق المبين محمد رسول الله صادق الوعد الأمين صادق الوعد الأمين ഇരിക്കണേ അല്ലാഹുവേ ഞങ്ങളെ ഖബൂൽ ചെയ്യണേ അല്ലാഹ് ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد اللهم إنا نسألك بحق الفاتحة المعظمة والسبع المثاني أن تفتح لنا كل خير وأن تتفضل علينا بكل خير وأن تجعلنا من أهل الخير وأن تعاملنا يا مولانا معاملتك لأهل الخير وأن تحفظنا في أدياننا وأنفسنا وأهلنا وأولادنا وأصحابنا وأحبابنا وأساتذنا وشيخنا سلطان العلماء من كل مهنة وفتنة وشدة ومشقة ومرض وألم وسقم وبؤس وضير ومن سحر ساحر وعين عائن وحسد حاسد ومكر ماكر وفتن مفتن وظلم ظالم ومن شر الوباء والطاعون إنك ولي لكل خير ومتفضل بكل خير ومعط لكل خير برحمتك يا أرحم الراحمين يا أرحم الراحمين يا أرحم الراحمين اللهم إنا نسألك رضاك والجنة ونعوذ بك من سخطك والنار اللهم إنا نسألك رضاك والجنة ونعوذ بك من سخطك والنار اللهم إنا نسألك رضاك والجنة ونعوذ بك من سخطك والنار يا رب هيئ لنا من أمرنا رشدا واجعل معونتك الحسنى لنا مددا يا رب هيئ لنا من أمرنا رشدا واجعل معونتك الحسنى لنا مددا يا رب هيئ لنا من أمرنا رشدا واجعل معونتك الحسنى لنا مددا يا حي يا قيوم هي القلوب تحيا وأصلح لنا الأعمال في الدين والدنيا يا حي يا قيوم هي القلوب تحيا وأصلح لنا الأعمال في الدين والدنيا يا حي يا قيوم هي القلوب تحيا وأصلح لنا الأعمال في الدين والدنيا يا الله بها يا الله بها يا الله بحسن الخاتمة يا الله بها يا الله بها يا الله بحسن الخاتمة يا الله بها يا الله بها يا الله بحسن الخاتمة وأهل القبة الخضراء قبة سيد الكونين أفضل قرة العينين ആരംഭപ്പൂവായ മുത്ത് നബിയുടെ ഹളറത്തിൽ ചെന്നെത്താൻ ഞങ്ങൾക്ക് തൗഫീഖ് ഏകല്ലാഹ്
الجاوى من جاوى مرتاح المشتاق هبة ثقلين أجمل خير الفريقين ആരംഭപ്പൂവായ മുത്ത് നബിയുടെ ഹളറത്തിൽ ചെന്നെത്താൻ ഞങ്ങൾക്ക് തൗഫീഖ് ഏകല്ലാഹ്. طه وياسين وحميم نبينا أنس الغريبين أبي الله مولى الصالحين ആരംഭപ്പൂവായ മുത്ത് നബിയുടെ ഹളറത്തിൽ ചെന്നെത്താൻ ഞങ്ങൾക്ക് തൗഫീഖ് ഏകല്ലാഹ്. صلي وسلم عليه يا ربنا أزكى صلاة الله أدوما نحمد يا الله. ആരംഭപ്പൂവായ മുത്ത് നബിയുടെ ഹളറത്തിൽ ചെന്നെത്താൻ ഞങ്ങൾക്ക് തൗഫീഖ് ഏകല്ലാഹ്. نرجو السعادات محو الشقوات يا خير رسل الله عليك دائما صلى الله. ആരംഭപ്പൂവായ മുത്ത് നബിയുടെ ഹളറത്തിൽ ചെന്നെത്താൻ ഞങ്ങൾക്ക് തൗഫീഖ് ഏകല്ലാഹ്. حبا وشوقا يا رحمة العالمين جئناك صلى الله عليك سلم نور الله. ആരംഭപ്പൂവായ മുത്ത് നബിയുടെ ഹളറത്തിൽ ചെന്നെത്താൻ ഞങ്ങൾക്ക് തൗഫീഖ് ഏകല്ലാഹ്. صلى وسلم ربي يا ربي سلمنا بحق سيدنا طه رسول الله عليك سلم نور الله. ആരംഭപ്പൂവായ മുത്ത് നബിയുടെ ഹളറത്തിൽ ചെന്നെത്താൻ ഞങ്ങൾക്ക് തൗഫീഖ് ഏകല്ലാഹ്. آمين يا ربنا رب العالمين زد لنا حبنا إليه يا ربنا آتينا. آمين يا ربنا رب العالمين زد لنا حبنا إليه يا ربنا آتينا. ആരംഭപ്പൂവായ മുത്ത് നബിയുടെ ഹളറത്തിൽ ചെന്നെത്താൻ ഞങ്ങൾക്ക് തൗഫീഖ് ഏകല്ലാഹ്. മുത്തിലും മുത്തായ മുത്ത് നബിയുടെ പൂമുഖം ദർശിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് ഏകല്ലാഹ്. തൗഫീഖ് ഏകല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളെ മദീനയിലെത്തിക്കണേ അല്ലാ. മദീനയിലെത്താതെ ഞങ്ങളെ ഒരാളെയും നീ മരിപ്പിക്കരുതേ അല്ലാ. മദീന കാണിച്ചു തരണേ അല്ലാ.
മദീന കണ്ട് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മനസ്സറിഞ്ഞ് സലാം പറയാൻ ആ പച്ചക്കുബയുടെ താഴെ നിന്ന് വിഷമങ്ങളും അവലാദികളും വേവലാദികളും പ്രയാസങ്ങളും എല്ലാം ഹബീബായ തങ്ങളോട് പറഞ്ഞ് അങ്ങനെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ട് അല്ലാഹുവേ ഭൗതികമായ ലോകത്തു നിന്ന് ഈമാനോടുകൂടെ ജീവിച്ച് ഈമാനോടുകൂടെ മരിക്കാൻ അല്ലാ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ റബ്ബേ. അന്ത്യദൂതരെ കാലത്താ മണ്ണിൽ ജന്മം കൊണ്ടിരുന്നെങ്കിൽ ഞാൻ ആറ്റലാം സ്വഹാബത്തിൻ കൂട്ടത്തിൽ ഒരുവനായിരുന്നെങ്കിൽ ഞാൻ മർഹബായ നൂറ ഐനി മർഹബായ അല്ലാഹ് മർഹബാ മർഹബാ ജദൽ ഹുസൈനി യാ റസൂലല്ലാഹ് മർഹബാ. മഹബൂബിൻ തീരു പാദം ചുംബിച്ച മണ്ണിൽ വാണിരുന്നെങ്കിൽ ഞാൻ റൗളത്തുൽ ഫിർദൗസിലെ ചെറു പ്രാണിയായിരുന്നെങ്കിൽ ഞാൻ മർഹബായ നൂറ ഐനി മർഹബാ അല്ലാഹ് മർഹബാ മർഹബാ ജദൽ ഹുസൈനി യാ റസൂലല്ലാഹ് മർഹബാ. പരിശുദ്ധമായ മക്കയിൽ ജനിച്ചില്ല, മദീനയിൽ വാഴാനുള്ള അവസരമുണ്ടായില്ല. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സ്വഹാബത്തിലെ ഒരു മെമ്പറാകാനുള്ള ഭാഗ്യവും അള്ളാഹു നമുക്ക് തന്നില്ല. ആ മുത്തു റസൂലുള്ളാന്റെ കാണാൻ അഴകുള്ള ചന്തമുള്ള ഇമ്പമുള്ള ആ പവിത്രമായ പൂമുഖം ഒന്ന് മനസ്സറിഞ്ഞ് ആ പൂമുഖത്തേക്ക് കണ്ണെടുക്കാതെ നോക്കി നിൽക്കാനോ ആ മുഖം കണ്ട് ആസ്വദിക്കുവാനോ അള്ളാഹു നമുക്ക് അവസരം തന്നില്ല. പക്ഷേ എൻ്റെ പ്രിയപ്പെട്ട ഈ ഹിൽ ടോപ്പിലെ ഈ മഹത്തായ മദനീയ മജ്ലിസിൽ പങ്കെടുത്തിരിക്കുന്ന നല്ലവരായ മുത്തുമൂമിനീങ്ങളെ മുത്തുമൂമിനാത്തുകളെ, ആ ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിൽ അള്ളാഹു നമ്മളെ ഒരു മെമ്പറാക്കി തന്നു. അള്ളാഹു നൽകിയ വലിയ സൗഭാഗ്യമാണ്, വലിയ ആനന്ദമാണ്. ആ ആനന്ദത്തെയും ആ സൗരഭ്യത്തെയും ആ മഹത്വത്തെയും ഒരളവ് കോല് വെച്ചുകൊണ്ടും ഒരാൾക്കും അളക്കാൻ കഴിയില്ല. അല്ലാഹുവേ, ആ ഉമ്മത്തിലായി ജീവിച്ച് ആ ഉമ്മത്തിലായി ഈമാനോടെ ഖൽബ് ലംഘി മരിക്കുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങളെ എല്ലാവരെയും നീ പെടുത്തണേ റഹ്മാനേ. ഞങ്ങളെ ആഖിബത്ത് നീ നന്നാക്കി തരണേ അല്ലാഹ്. ഞങ്ങളെ അവസാന സമയം നീ നന്നാക്കി തരണേ റഹ്മാനെ. നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം അതാണ്. അതിനാണ് നമ്മൾ മദനീയ മജ്ലിസ് നടത്തുന്നത്. ഹൃദയാന്തരങ്ങൾ മദീനയിലേക്ക് മടങ്ങണം. മദീന ഇഷ്ടം മദീന എൻ ഇഷ്കും മദീന, ഖൽബിൽ മദീന ഒന്ന് കാണാൻ മദീന. മദീന മദീന മുനവ്വറയിൽ ജ്വലിക്കും ത്വാഹ റസൂലുള്ളാഹ്. വഫാത്തിൻ സമയത്തും ഉമ്മത്തിനെ ഓർത്ത് വിതുമ്പിയൻ ത്വാഹ റസൂലുള്ളാഹ്.
ലോകത്ത് ആരെയെങ്കിലും സ്നേഹിക്കുകയാണെങ്കിൽ, ആരെയെങ്കിലും പ്രേമിക്കുകയാണെങ്കിൽ, ആരെയെങ്കിലും മഹബത്ത് വെക്കുകയാണെങ്കിൽ, ആ മഹബത്ത് വെക്കാനും ആ സ്നേഹിക്കാനും ആ പ്രിയം വെക്കാനും നമ്മൾ കാണുന്ന മാനദണ്ഡം അവരുടെ സൗന്ദര്യമാണോ, അവരുടെ ഭംഗിയാണോ, അവരുടെ സ്വഭാവമാണോ, അവരുടെ വ്യക്തിപ്രഭാവമാണോ, അവരുടെ ജീവിത വിശുദ്ധിയാണോ, അവരിങ്ങോട്ട് തന്ന സ്നേഹമാണോ? എന്ത് മാനദണ്ഡങ്ങൾ വെച്ച് നോക്കിയാലും ലോകത്ത് എല്ലാ മാനദണ്ഡങ്ങളാലും സ്നേഹിക്കാൻ ഏറ്റവും അർഹരായ, ലോകത്തെ ഏറ്റവും വലിയ വ്യക്തിപ്രഭാവത്തിന്റെ ഉടമയാണ് റഹ്മത്തുല്ലിൽ ആലമീൻ നബി മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം. അവിടത്തോളം മഹത്വമുള്ള, അവിടത്തോളം സൗന്ദര്യമുള്ള, അവിടത്തോളം സ്വഭാവ മഹിമയുള്ള, അവിടത്തോളം വ്യക്തിപ്രഭാവമുള്ള, അവിടത്തോളം കാണാൻ അഴകുള്ള, ചന്തമുള്ള, ചേലുള്ള ഒരു നേതാവ് ലോകത്ത് വേറെ ആരാണുള്ളത്? വഹ്സനു മിൻക ലം തറഖത്തു ഐനി വഅജ്മല മിൻക ലം തലിദിൻ നിസാഉ ഖുലിഖത മുബറൻ മിൻ കുല്ലി ഐബി കഅന്നക ഖദ് ഖുലിഖത കമാ തശാഉ വഅഹ്സനു മിൻക ലം തറഖത്തു ഐനി. Never and ever seen the world better than Ya Rasulallah. وأجمل منك لم تلد النساء. Never and ever born in the world better than Ya Rasulallah. അല്ലാഹുവിന്റെ റസൂലിനോളം സൗന്ദര്യമുള്ള ഒരു വ്യക്തിത്വത്തെ ലോകത്ത് ഒരാളും കണ്ടിട്ടില്ല, ഒരാളും ഒരു സ്ത്രീയും പ്രസവിച്ചിട്ടില്ല. എല്ലാ സൗന്ദര്യങ്ങളും അല്ലാഹു സമ്മേളിപ്പിച്ച ലോകത്തിന്റെ നേതാവാണ് ഈ ഭൗതികമായ ലോകവും അതിലെ അണ്ഡകടാഹങ്ങളും ഈ പ്രപഞ്ചവും ഈ പ്രപഞ്ചത്തിലെ സർവ്വ വസ്തുക്കളും എല്ലാം 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 സൃഷ്ടിക്കാൻ കാരണക്കാരനായ ലോകത്തിന്റെ നേതാവാണ് അഷ്റഫുൽ ഖൽഖായ റഹ്മത്തുല്ലിൽ ആലമീൻ താജ്ദാറെ മദീന നൂറെ മുജസ്സം സയ്യിദുനാ വഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം. ആ ഹബീബായ തങ്ങളുടെ പേരിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഇനിയുള്ള ദിനരാത്രങ്ങൾ ആനന്ദത്തിൻ്റെതാണ്, ഇനിയുള്ള ദിനരാത്രങ്ങൾ മദ്ഹിൻ്റെതാണ്, ഇനിയുള്ള ദിനരാത്രങ്ങൾ പ്രകീർത്തനത്തിൻ്റെതാണ്, ഇനിയുള്ള ദിനരാത്രങ്ങൾ സ്വലാത്തിൻ്റെതാണ്, ഇനിയുള്ള ദിനരാത്രങ്ങൾ മദീനയിലേക്ക് ഹുബ്ബ് പരന്നൊഴുകുന്ന ദിനരാത്രങ്ങളാണ്. ഇനിയുള്ള ദിനരാത്രങ്ങൾ വിശ്വാസികളുടെ ഹൃദയാന്തരങ്ങളിൽ ആനന്ദത്തിൻ്റെ വിശുദ്ധിയുടെ ദിനരാത്രങ്ങളാണ്. മാഷാ അല്ലാഹ്. പരിശുദ്ധമായ മദീനയിലെ പവിത്രമായ അതിവിശിഷ്ടമായ ജന്നത്തുൽ ബഖീയിൽ നിന്നുകൊണ്ട് അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, സ്വഹാബ, എൻ്റെ സഹോദരങ്ങളെ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സ്വഹാബ, എൻ്റെ സഹോദരങ്ങളെ കാണാൻ ഞാൻ കൊതിക്കുന്നു. സ്വഹാബ, അല്ലയോ നബിയേ, അവര് നമ്മളല്ലയോ നബിയേ, അവര് നമ്മളല്ലയോ യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അല്ല സ്വഹാബ, ആ സഹോദരങ്ങൾ നിങ്ങളല്ല, നിങ്ങൾ എൻ്റെ അനുചരാണ്, നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണ്. അതേ, എനിക്കൊരു കൂട്ടുകാരുണ്ട്, എനിക്കൊരു സഹോദരങ്ങളുണ്ട്. ആ സഹോദരങ്ങളെ കാണാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പിന്നെ ആരാണ് നബിയേ? അവരാരാണ് യാ റസൂലല്ലാഹ്? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, സ്വഹാബ,
അവര് എന്നെ കാണാതെ എന്നെ വിശ്വസിച്ചവരാണ്. എന്നെ കണ്ടിട്ടില്ല അവര്, പക്ഷേ അവരെന്നെ കൊണ്ട് വിശ്വസിച്ചവരാണ്. എന്റെ പേര് കേൾക്കുമ്പോൾ അവരുടെ ഹൃദയാന്തരങ്ങളിൽ ആനന്ദമാണ് സ്വഹാബ. അവരെനിക്ക് വേണ്ടി എന്തും ത്യജിക്കാൻ തയ്യാറുള്ളവരാണ് സ്വഹാബ. ആ സഹോദരങ്ങളെ കൂട്ടുകാരെ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു സ്വഹാബ. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലയോ മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, ആ വിഭാഗത്തിൽ നമുക്ക് പെടണം. അല്ലാഹുവിന്റെ റസൂല് കാണാൻ കൊതിച്ച ആ സഹോദരങ്ങളാണെന്ന് അവിടുത്തെ നാവ് കൊണ്ട് പറഞ്ഞ, അവിടുത്തെ പേര് കേൾക്കുമ്പോൾ ആനന്ദം ഉൾക്കൊള്ളുന്ന, അവിടുത്തെ മഹത്വങ്ങൾ പറയുന്ന, അവിടുത്തെ ജീവിതത്തിൽ ഒരിക്കൽ പോലും കാണാതെ ആ മുത്തു റസൂലുള്ളാഹി തങ്ങളിൽ വിശ്വസിച്ചിരിക്കുന്ന നമുക്ക് ആ മുത്തു റസൂലുള്ളാഹിന്റെ നാളെ സ്വർഗ്ഗത്തിൽ വെച്ച് കാണാൻ അല്ലാഹുവേ നീ തൗഫീഖ് നൽകണേ അല്ലാ, നീ തൗഫീഖ് നൽകണേ അല്ലാ. അതിന് ഈ സദസ്സുകളെല്ലാം ഒരു കാരണമാക്കണേ റബ്ബേ. ഞാൻ എൻ്റെ സംസാരം നീട്ടിക്കൊണ്ടു പോകുന്നില്ല. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അബൂബക്കർ തങ്ങളോട് വന്ന് പറയുകയാണ്, അബൂബക്കർ തങ്ങളെ, അങ്ങയുടെ ജീവിതത്തിലെ ഒരു രാത്രി എനിക്ക് തരുമോ? ഒറ്റ ഒരു രാത്രി എനിക്ക് തരുമോ? പകരമായി, അല്ലയോ അബൂബക്കർ തങ്ങളെ, നിങ്ങൾക്ക് ഞാൻ പകരമായി തരുന്നത് എൻ്റെ ജീവിതകാലത്ത് മുഴുവൻ ഞാൻ ചെയ്ത മുഴുവൻ നന്മകളും നിങ്ങൾക്ക് പകരമായി തരാം. ഞാൻ നിസ്കരിച്ച നിസ്കാരങ്ങള്, ഞാൻ നോറ്റ നോമ്പുകള്, ഞാൻ ചെയ്ത സ്വതക്കകള്, ഞാൻ ചെയ്ത യുദ്ധത്തിന്റെ പ്രതിഫലങ്ങള്, ഞാൻ അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി എന്തെല്ലാം ചെയ്തുവോ അതെല്ലാം അങ്ങേക്ക് തരാം അബൂബക്കർ തങ്ങളെ. പക്ഷേ പകരമായി എനിക്ക് തരേണ്ടത് ഒരൊറ്റ ഒരു രാത്രിയാണ് യാ റസൂലല്ലാഹ്. ഏതാണ് ആ രാത്രി എന്നറിയുമോ? അത് ഇബാദത്തുകളെ കൊണ്ട് ധന്യമാക്കിയ രാത്രിയല്ല, അത് ഖുർആനോത്തുകളെ കൊണ്ട് ധന്യമാക്കിയ രാത്രിയല്ല, അത് സ്വലാത്ത്, അത് ദിക്റുകളെ കൊണ്ട് ധന്യമാക്കിയ രാത്രിയല്ല. ആ രാത്രിയുടെ പ്രത്യേകത എന്താണ്? എല്ലാറ്റിനേക്കാളും വലുതായ റഹ്മത്തുൽ ലിൽ ആലമീനായ സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തന്റെ ചുമലിലേക്ക് എടുത്തു വെച്ച് നടന്ന ഒരു രാത്രിയുണ്ട്. ഹിജ്റയുടെ പുണ്യമേറിയ രാത്രിയാണ് ആ രാത്രി. മാഷാ അല്ലാഹ്. വലതുഭാഗത്ത് വന്ന് നിൽക്കുന്നു അബൂബക്കർ തങ്ങളെ, ഇടതുഭാഗത്ത് വന്ന് നിൽക്കുന്നു, പിന്നിലാകുന്നു, മുന്നിലാകുന്നു. എന്താണ് അബൂബക്കർ തങ്ങളെ നിങ്ങൾ ചെയ്യുന്നത്? യാ റസൂലല്ലാഹ്, വലതുഭാഗത്ത് നിൽക്കുമ്പോ എനിക്ക് തോന്നും ശത്രുക്കൾ ഇടതുഭാഗത്തു കൂടെയാണ് വരുന്നത്. ഇടതുഭാഗത്ത് നിൽക്കുമ്പോ എനിക്ക് തോന്നും ശത്രുക്കൾ വലതുഭാഗത്തു കൂടെയാണ് വരുന്നത്. മുമ്പിൽ നിൽക്കുമ്പോ എനിക്ക് തോന്നും യാ റസൂലല്ലാഹ്, ശത്രുക്കൾ പിന്നിലാണ് വരുന്നത്. പിന്നിൽ നിൽക്കുമ്പോ എനിക്ക് തോന്നും മുന്നിലേടെയാണ് വരുന്നത്. അതുകൊണ്ട് എൻ്റെ റസൂലുള്ളാഹിന്റെ ശരീരത്തിന്റെ ഒരു രോമത്തിന് പോലും പോറലേറ്റുകൂടാ യാ റസൂലല്ലാഹ്. മുത്തു റസൂലുള്ളാഹിന്റെ കയ്യും പിടിച്ച് ജബലുസ് സൗറിന്റെ മുകളിലേക്ക് നടന്ന് നീങ്ങുമ്പോ ഒരു ചെറിയ കല്ല് കൊണ്ടിട്ട് മാർദ്ദവമേറിയ ആ പവിത്രമായ കാലുകളിൽ നിന്ന് രക്തം നിർഗളിക്കുന്നത് കണ്ടപ്പോ സഹിച്ചില്ല. ആ പവിത്രമായ ശരീരം എടുത്തിട്ട് അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തന്റെ ചുമലിലേക്ക് എടുത്ത് വെക്കുകയാണ്. ഒരാൾക്ക് കഷ്ടിച്ച് വളരെ പ്രയാസപ്പെട്ട് നടന്ന് വേച്ച് നടന്നു പോകാവുന്ന ആ ജബലുസ് സൗറിന്റെ മുകളിലേക്ക് അവിടെ നിന്ന് അങ്ങോട്ട് തന്റെ ചുമലിൽ അല്ലാഹുവിന്റെ റസൂലിനെ എടുത്തു വെച്ച് മഹാനായ സയ്യിദുനാ അമീറുൽ മുഅ്മിനീൻ അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നടന്നു നീങ്ങുകയാണ്. ഓ മുഅ്മിനീങ്ങളെ, ആ രാവ് ഇഷ്കിന്റെ രാവാണ്.
ആ രാവ് മഹബ്ബത്തിന്റെ രാവാണ്, ആ രാവ് സ്നേഹത്തിന്റെ രാവാണ്, ആ രാവ് ഏറ്റവും അടുത്തവർ പരസ്പരം ശരീരത്തോട് ശരീരം ചേർന്ന് നിന്ന സമയമാണ്, സന്ദർഭമാണ്. ആ രാത്രി ചരിത്രത്തിന്റെ തങ്കലിപികളിൽ ഉല്ലേഖനം ചെയ്യപ്പെട്ട യാഥാർത്ഥ്യത്തിന്റെ രാത്രിയാണ്. ആ രാത്രി അല്ലാഹുവിന്റെ റഹ്മത്ത് വർഷിച്ച രാത്രിയാണ്. ആ രാത്രി ഒരു വിശ്വാസിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ആനന്ദത്തിന്റെ രാവാണ്. മാഷാ അല്ലാഹ്. അതുകൊണ്ട് തന്നെയാണ് അബൂബക്കർ തങ്ങളോട് ഉമർ തങ്ങൾ ചോദിച്ചത്, അല്ലയോ അബൂബക്കർ തങ്ങളെ, ആ ഒരു രാത്രി എനിക്ക് തരുമോ? ജീവിതത്തിൽ ഞാൻ ചെയ്ത മുഴുവൻ അമലുകളും നിങ്ങൾക്ക് പകരമായി തരാം അബൂബക്കർ തങ്ങളെ. മാഷാ അല്ലാഹ്. സ്നേഹമാണ്, മഹബ്ബത്താണ്, പ്രിയമാണ് മുഅ്മിനീങ്ങളെ നമ്മുടെ ഹൃദയാന്തരങ്ങളിൽ കൂടുതലായി വർദ്ധിപ്പിക്കേണ്ടത്. അതിനുള്ള സമയങ്ങളാണ്, അതിനുള്ള സന്ദർഭങ്ങളാണ്. നമ്മുടെ വീടുകൾ അലങ്കരിക്കപ്പെടണം. നമ്മുടെ വീടുകൾ മുത്തു റസൂലുള്ളാഹി തങ്ങളെ സ്വീകരിക്കാൻ വേണ്ടി തയ്യാറാകണം. നമ്മുടെ വീടുകൾ അലങ്കരിക്കപ്പെടണം. നമ്മുടെ വീടുകളിൽ ലൈറ്റുകളെ കൊണ്ട് അലങ്കരിക്കപ്പെടണം. നമ്മുടെ പള്ളികളും നമ്മുടെ സ്ഥാപനങ്ങളും അലങ്കരിക്കപ്പെടുകയാണ്. മാഷാ അല്ലാഹ്. ആ ഹബീബായ തങ്ങളുടെ പവിത്രമായ മാസം ധാരാളം സ്വലാത്തുകൾ ചൊല്ലുന്ന രാവുകളാവണം, ദിനരാത്രങ്ങളാവണം. അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് ഒരു പുതിയ പഠനത്തിലേക്ക് കടക്കുന്ന മാസമാകണോ. ലോകത്ത് എല്ലാ സ്ഥലങ്ങളിലും ലൈവായി നിൽക്കുന്ന ഒരേ ഒരു നേതാവ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏത് പുസ്തകശാലകളിലേക്കും, ഏത് ഗ്രന്ഥശാലകളിലേക്കും, ഏത് ചർച്ചാവേദികളിലേക്കും, ഏത് പ്രഭാഷണ വേദികളിലേക്കും ലോകത്ത് എവിടെയൊക്കെ വിശ്വാസികളും ലോകത്ത് എവിടെയൊക്കെ മനുഷ്യരും അധിവസിക്കുന്നുവോ അവിടേക്കെല്ലാം ചെന്നാൽ ലോകത്തെ എല്ലാവർക്കും ഒരു വ്യക്തിയെ കുറിച്ച് ചർച്ച ചെയ്യാനും പഠിക്കാനും പറയാനും പുസ്തകം എഴുതാനും മനസ്സിലാക്കാനും ഉണ്ടെങ്കിൽ അത് ഒരേ ഒരു നേതാവ് മാത്രമാണ്. റഹ്മത്തുൽ ലിൽ ആലമീൻ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.